മരണത്തെ മുഖാമുഖം കണ്ടവരാണ് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ. ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരുപാട് മനുഷ്യർ. കണ്ണീരുണങ്ങാത്ത മുഖങ്ങളാണ് എവിടെ നോക്കിയാലും. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വീട്, നാട് എല്ലാം നഷ്ടപ്പെട്ടവർ. പ്രിയപ്പെട്ടവരെ ജീവനോടെയോ അല്ലാതെയോ കണ്ടെത്താൻ ആശങ്കയോടെ അലയുന്നവർ. ചൂരൽമല സ്കൂൾ റോഡിനാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒന്നാമത്തെ പ്രളയത്തിൽ തന്നെ പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഉരുൾപൊട്ടൽ തന്നെ അവർ പോകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ പോയതായിരിക്കും. എവിടെ വെച്ചാണ് നിലമ്പൂരിൽ നിന്ന് കുറേ ബോഡികൾ വന്നിരുന്നു. പക്ഷെ അതാരും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എത്ര നേരമായിട്ട് അവർക്ക്. പരസ്പരം ആശ്വസിപ്പിക്കുന്നവർ, കെട്ടിപ്പിടിച്ചു കരയുന്നവർ, എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി നോക്കി നിൽക്കുന്നവർ. ഇപ്പം ആകെ ചേർത്ത് പുഴുവരിക്കുന്ന രൂപത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബാക്കിയുള്ള ആളുകളെ ആരും കിട്ടിയിട്ടുമില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു പ്രതീക്ഷ ഉള്ളൂ. അല്ലെങ്കിൽ ആരുണ്ടായിട്ടും കാര്യമില്ല, തിരിച്ചറിയാത്ത രൂപത്തിലാണ് കിടക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിന്റെ പ്രവർത്തനം എത്ര നാൾ ഉണ്ടാകുമെന്നറിയില്ല. അത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന നിറകണ്ണുകളോടെ ക്യാമ്പിലെ ഓരോ മനുഷ്യരും ചോദിക്കുന്നു. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്. ക്യാമ്പുകളിൽ നിന്ന് നിസ്സഹായമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉറ്റവരെ തേടി കാത്തിരിക്കുന്നവർ ഏറെയുണ്ട്. യാതൊരു തരത്തിലുള്ള വിവരവും ലഭിക്കാതെ ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെയൊക്കെ കാത്തിരിക്കുന്നവരെയും അക്കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിലവിൽ 225ഓളം പേർ മിസ്സിംഗ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു കണക്ക്. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതലുണ്ട് എന്നുള്ളതാണ് പ്രദേശത്തു നിന്നുള്ള ആളുകൾ പ്രതികരിക്കുന്നത്. ക്യാമ്പുകളിൽ ഹൃദയഭേദകമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു.